നമ്മൾ 3 ദിവസം മുമ്പ് ആ സമയത്ത് കോരി വെക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ വെള്ളത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മ ജീവികൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ സൂക്ഷ്മ ജീവികൾ ആ കുപ്പിക്കകത്ത് ശേഖരിച്ച് വെച്ച വെള്ളത്തിൽ അത് വിസർജിച്ചപ്പോൾ ഉണ്ടായ അതിന്റെ വിസർജ്യ വസ്തുവാണ് ഈ പായലായിട്ട് അവിടെ രൂപപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും യഥാർത്ഥ അവസ്ഥ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പാപത്തിന്റെ ആ അല്പസ്വല്പ മാലിന്യങ്ങൾ അവിടെ അവശേഷിച്ച് അത് കൂടുതൽ കൂടുതൽ പാപത്തെ വിസർജിക്കുന്ന ഒരവസ്ഥ, അതായത് ആ ഒരു അല്പ പാപം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും കൂടുതൽ പാപത്തിലേക്കും പാപം നിറയുന്നതിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ എന്താ പറയട്ടെ, ക്ഷമിക്കുക എന്ന് പറയുന്നത്, അതായത് ഒരല്പം പോലും അശുദ്ധി നമ്മളിൽ ശേഷിക്കാത്ത വിധം വേണം നമ്മൾ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ദൈവസന്നിധിയിൽ വിശുദ്ധവും നീതിപൂർണവുമായ വിധത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ ചിലപ്പം ചെരുപ്പൊന്നും ഇടാതെ ചിലപ്പം പുറത്തൊക്കെ ഇറങ്ങും. ചിലപ്പോൾ ചെരുപ്പിട്ടാലും ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പം നമ്മുടെ കാലിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ള് കയറിയാൽ, ഒരു മുള്ള് കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ഒരു മുള്ളല്ലേ ഉള്ളൂ, അതവിടെ ഇരുന്നോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമോ? നമ്മൾ സ്വയം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളുടെ സഹായത്തോടുകൂടി നമ്മൾ ഒരു പിന്നോ ഒരു സൂചി ഉപയോഗിച്ച് നമ്മൾ ആ മുള്ളിനെ പുറത്തെടുക്കും. ഈ മുള്ള് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ദിവസങ്ങൾ മുന്നോട്ട് കഴിയുന്നതനുസരിച്ച് അത് പഴുത്ത് വിങ്ങി കാല് നടക്കാൻ പറ്റുന്നതിലുപരിയായിട്ട് കാല് നിലത്ത് കുത്താൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരു വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ, ഒരു പ്രയാസം ഉണ്ടാകുന്ന മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തിക്താനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ ആ വ്യക്തിയോട് ക്ഷമിച്ചുകൂടാ? നമ്മളിത് മനസ്സിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ ഇങ്ങനെ വലിയ സമ്പാദ്യം പോലെ ഇങ്ങനെ കാലങ്ങളോളം കൊണ്ടു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് പഴകുന്നതിനനുസരിച്ച് അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ അശുദ്ധിയിലേക്കും കൂടുതൽ വൈരാഗ്യത്തിലേക്കും കൂടുതൽ പ്രശ്നത്തിലേക്കും കൊണ്ടുപോവുക. നമുക്ക് ആദ്യം ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പഴകുന്നതിനനുസരിച്ച് പിന്നെ തീർത്തും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് ഇതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപക്ഷെ ഒരു നോട്ട് ബുക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പേജിലോ ചിലപ്പോൾ നിരവധി പേജിലോ ഒക്കെ തീരാത്ത വിധത്തിൽ ഒരു ലിസ്റ്റ് നമുക്ക് ചിലപ്പോൾ തയ്യാറാക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാകും. എഴുതുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ രൂപപ്പെടും. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, തമ്പുരാനെ ഈ വ്യക്തികളോടൊക്കെ ക്ഷമിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് ഒരുക്കി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, തമ്പുരാൻ നമുക്ക് നമ്മളെ വേദനിപ്പിച്ച ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ള സാഹചര്യങ്ങൾ, അതായത് രമ്യതപ്പെടാനുള്ള സാഹചര്യങ്ങൾ തമ്പുരാൻ നമുക്ക് ഒരുക്കി തരും.